പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ സൂറിച്ചിൽ നിന്ന് മിലാനിലേക്ക് ഫ്ലൈറ്റ് എടുത്തിട്ടാണ് പോണേ. മിലാനിൽ എയർപോർട്ടിൻ്റെ അടുത്താണ് ഞങ്ങൾ ഹോട്ടൽ എടുത്താണ്. അങ്ങനെ ഞങ്ങൾ മിലാൻ എയർപോർട്ടിൽ നിന്ന് റെൻ്റ് കാർ എടുത്ത് ആദ്യം പോയത് ഞങ്ങൾ പാദുവയിലേക്കാണ്, ഇറ്റലിയിലുള്ള പാദുവ. ഈ പാദുവയിലുള്ള പള്ളിയിലാണ് സെൻറ് ആനീസ് പുണ്യവാളൻ്റെ ഭൗതിക ശരീരം അടക്കിയിട്ടുള്ളത്. ഇവിടെ നമുക്ക് സെൻറ് ആനീസ് പുണ്യവാളൻ്റെ ടോംബ് കാണാം. ഇത് കാണുന്നതാണ് ടോംബ്. പിറ്റേ ദിവസം നമ്മൾ മിലാനിൽ നിന്ന് റോമിലേക്ക് പോവാണ്. റോമിലേക്ക് പോകുന്ന വഴിയിൽ നമ്മൾ പിസയിൽ കയറി. ഇതാണ് പിസ ഗോപുരം. അങ്ങനെ പിസയിൽ നമ്മളൊരു അരമണിക്കൂർ സ്പെൻഡ് ചെയ്ത് നേരെ റോമിലേക്ക് പടച്ചു. അങ്ങനെ നമ്മൾ റോമിൽ ആദ്യം കാണാൻ പോയത് മാർപ്പാപ്പനെയാണ്. മാർപ്പാപ്പ അന്നൊരു ദിവസം 12 മണിക്ക് ഇങ്ങനെ ആളുടെ റൂമിൽ നിന്നും ചെറിയൊരു സ്പീച്ചും അനുഗ്രഹമൊക്കെ തരും. അങ്ങനെ നമ്മൾ അടുത്ത് കാണാൻ പോയത് റോമൻ കൊളോസിയമാണ്. നമുക്കെല്ലാവർക്കും അറിയാലോ, 7 ലോകാത്ഭുതത്തിൽ ഒന്നാണ് ഈ റോമൻ കൊളോസിയം. യേശുവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരാളായ അപ്പോസ്തലനായ പൗലോസിൻ്റെ അവസാന നാളുകളിൽ കഴിഞ്ഞ സ്ഥലമാണിത്. ഇവിടെ വെച്ചിട്ടായിരുന്നു ആളെ കാരാഗ്രഹത്തിൽ അടച്ചിടുകയും, അതായത് ഒരു ചെറിയ റൂമിൽ അടച്ചിട്ടിട്ട് AD 64 പൗലോസിനെ ബന്ദിയാക്കി സ്പെയിനിൽ നിന്ന് ഇവിടേക്ക് കൊണ്ടുവന്നത്. ഇവിടെ ഒരു കാരാഗ്രഹത്തിലായിരുന്നു ആളെ പാർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു പള്ളിയുടെ അടിയിലാണ് ആ ഒരു ചെറിയൊരു കാരാഗ്രഹം. അതൊരു റൂമാണ്, ഒരു ചെറിയ റൂം. നമ്മളിപ്പോൾ നടന്നു കയറുന്ന ആ ഒരു റൂമിലേക്കാണ്. ഇതാ കാണുന്ന ജനലിലേക്ക് അപ്പുറമാണ് ഈ പൗലോസിനെ ബന്ദിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. ചങ്ങലക്കിട്ട് വെച്ചത് ഈ ഒരു റൂമിലാണ്. കണ്ടോ, നമുക്ക് അതിൻ്റെ ഉള്ളിൽ പ്രവേശിക്കാനൊന്നും പറ്റില്ല. ക്യാമറ എങ്ങനെയെങ്കിലും ഉള്ളിക്കെടുത്തിട്ട് ഞാൻ കാണിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ വെച്ചിട്ടായിരുന്നു അന്ന് പൗലോസ്ലീഹ ബന്ദിയാക്കിയിരുന്നത്. പിന്നീട് AD 65 പൗലോസ്ലീഹനെ ഈ ഒരു സ്ഥലത്ത് നിന്നും കൈമ ചങ്ങലൊക്കെ ഇട്ട് റോമിൻ്റെ തെരുവിൽ കൂടെ വലിച്ചഴച്ച് ഈ ഒരു സ്ഥലത്ത് നിന്നും കുറച്ച് നീങ്ങിയിട്ട് ആളുടെ ശിരസ് മുറിക്കുകയും വാളുകൊണ്ട് മുറിച്ച് മാറ്റുകയും ചെയ്തത്. അന്ന് പൗലോസ്ലീഹ മുട്ടുമേൽ നിന്ന് തല ഈ ഒരു കല്ലുമേൽ വെച്ചിട്ടാണ് അവരന്ന് പൗലോസ്ലീഹയുടെ തല വെട്ടി മാറ്റിയത്. ഈ ഒരു കല്ല് ഇപ്പോഴും അവിടെ സംരക്ഷിച്ചിട്ടുണ്ട്. അവിടെ അന്ന് പൗലോസ്ലീഹയുടെ തല വെട്ടി മാറ്റിയപ്പോൾ 3 പ്രാവശ്യം തിരിഞ്ഞ് ഈ ഒരു സ്ഥലത്താണ് വന്ന് കിടന്നത്. പിന്നീട് അന്നത്തെ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി പൗലോസ്ലീഹയുടെ ഭൗതിക ശരീരം ഒരു പെട്ടിയിലാക്കി ഈ ഒരു പള്ളിയിലാണ് അടക്കം ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇവിടെ ഈ ഒരു പള്ളിയിൽ പോകുമ്പോൾ നമുക്ക് പൗലോസ്ലീഹയുടെ കൈമ ധരിച്ചിരുന്ന ചങ്ങലയും എല്ലാം ഇവിടെ കാണാം. നമുക്ക് ആദ്യം തൊട്ടുണ്ടായിരുന്ന മാപ്പാപ്പന്മാരുടെ ഫോട്ടോ ആണ് ഈ പള്ളിയുടെ ഈ ഭിത്തിയിലൊക്കെ പതിപ്പിച്ച് വെച്ചിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോഴുള്ള മാർപ്പാപ്പയുടെ ഫോട്ടോയും നമുക്ക് ഇവിടെയും കാണാം. ഈ കാണുന്നത് പൗലോസ്ലീഹനെ അടക്കിയ സ്ഥലമാണത്. അപ്പോൾ നിങ്ങൾ റോമിൽ വരുമ്പോൾ ഈ ഒരു പള്ളിയിൽ എന്തായാലും വന്നിരിക്കണം.
അപ്പോൾ എൻ്റെ ഒരു ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തൊരു ലൊക്കേഷനായിട്ട് നമുക്ക് പിന്നെയും കാണാം.